ചേട്ടാ, ഈ കാട്ടാനകൾ എന്നും മനുഷ്യന് ഉപദ്രവം ചെയ്യുന്നു എന്നാണ് നമ്മൾ കേട്ടതൊക്കെ. ഈ ദുരന്തത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനെ അല്ലാത്ത ഒരു ആനക്കഥയുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എന്താണ് ആ സംഭവം? അല്ല, ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, ആളുകൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ഏതായാലും അതിൻ്റെ വിശദാംശങ്ങൾ അതുകൊണ്ട് ഞാൻ വിശദമായി പറയുന്നില്ല. ചൂരൽമല അഞ്ഞീശച്ചില, അവിടുത്തെ സുജാത എന്ന് പറയുന്ന സ്ത്രീ കൊച്ചുമകൾ മൃദുലയുമായി രക്ഷപ്പെട്ടതിൻ്റെ കഥ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴാണ് പ്രകൃതിയുടെ ഒരു വല്ലാത്തൊരു സ്നേഹവായ്പ നമ്മൾ തിരിച്ചറിഞ്ഞത്. അപ്പോൾ വീട് രാത്രിയിൽ വെള്ളം കയറി, തൊട്ടടുത്ത ഇരുനില വീട് തകർന്ന് ഇവരുടെ വീടും തകർന്നു പോയി. ആ വീടിൻ്റെ സ്ലാബുകൾ വന്നു വീണാണ് ഇവരുടെ ചെറിയ വീട് തകർന്നത്. അപ്പോൾ കൊച്ചുമകൾ മൃദുല ഉറക്ക കരയുന്നു. അവരെ എടുത്ത് ഈ സ്ത്രീ സുജാത നദി നീന്തിക്കടന്നു. നദി എന്ന് പറയാൻ പറ്റില്ല, ഒഴുകി വന്ന വെള്ളം നീന്തിക്കടന്നു. കാപ്പിത്തോട്ടത്തിൽ കയറി. കാപ്പിത്തോട്ടത്തിൽ ചെന്നുപെട്ടത് ആനക്കൂട്ടത്തിന് മുന്നിലാണ്. രാത്രി ഇരുട്ടാണ്, വെളിച്ചമില്ല. ജീവൻ കൈ പിടിച്ച് ഓടി വരുന്നത് മരണത്തിൻ്റെ രൂപം പോലെ ഇരുട്ടുകൊണ്ടുണ്ടാക്കിയ ഭീമാകാരം രൂപത്തിൻ്റെ മുന്നിലാണ്. അവിടെ ചെന്ന് ഇവർ പതറിപ്പോയി. അവരുടനെ കൊമ്പൻ മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. കടലിലും ആനയുടെ, അതെ, കടലിലും ചെകുത്താനും കടലിനിടയിലും പ്രളയത്തിനും ആനയ്ക്കും മുന്നിൽ ചെറിയ കുട്ടിയും കൊണ്ട് ഈ സുജാത അവിടെ നിൽക്കുമ്പോൾ അവർ പെട്ടെന്ന് ആനയോട് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്, ഞങ്ങളൊരു വലിയ പ്രളയം, വലിയ ദുരന്തം കഴിഞ്ഞ് ഓടി വരികയാണ്, ആരുമില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല, കുഞ്ഞുമോളുമുണ്ട്, ദൈവത്തെ ഓർത്ത് നീ ഞങ്ങളെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് ഇവർ ആനയുടെ അടുത്ത് കൈകൂപ്പി നിന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ അവർ പറയുന്നത് ആനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി എന്നാണ് സുജാത പറയുന്നത്. അത് നമുക്ക് സാങ്കല്പികമായിട്ട് രാത്രിയാണ്, ഈ രാത്രിയിൽ ആനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നാൽ എങ്ങനെ കാണും എന്നുള്ള ചോദ്യം ഒക്കെ ചില ആൾ കളിയാക്കുന്നുണ്ട്. ഇത് എന്തിലും കുഴപ്പം കണ്ടുപിടിക്കുന്ന ഒരു മനോരോഗമുള്ള ചില മലയാളികളുണ്ടാകും. രാത്രി ആനയുടെ കണ്ണീര് കാണാമോ എന്നൊക്കെ ചോദിക്കുന്നത്. പോസിറ്റീവായിട്ടൊന്നും കാണത്തില്ല. അതേതായാലും അവർ പറഞ്ഞു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഏതെങ്കിലും മാധ്യമ പ്രവർത്തനം കൈ നിട്ടതാവാം, അത് വിട്. ഏതായാലും അഞ്ഞീശച്ചിലയിൽ സുജാത എന്ന് പറഞ്ഞ സ്ത്രീ 2-3 വയസ്സുള്ള പേരക്കുട്ടിയുമായി രാത്രി കഴിച്ചു കൂട്ടിയത് കാട്ടാനക്കൂട്ടത്തിൻ്റെ കൂടെയാണ്. അവർ ആനയുടെ കൊമ്പൻ്റെ കാൽച്ചുവട്ടിൽ കഷ്ടിച്ച് 1/2 മീറ്റർ അകലത്തിലിരുന്നു എന്നാണ് പറയുന്നത്. നീ ഞങ്ങളെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞു. പക്ഷേ ആന ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, നേരം പുലരുന്നത് വരെ അവരുടെ അടുത്തുനിന്ന് മാറിയില്ല. കാവൽ നിൽക്കുന്ന പോലെ ആന നിന്നു. ഇത് നാട്ടാനയല്ല, കാട്ടാനയാണ്. അപ്പോൾ നമ്മൾ ഈ കാട്ടാനകളുടെ ആക്രമണത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. ആന വരുന്നു, ആന കൃഷി നശിപ്പിക്കുന്നു, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആനകളെ കുറിച്ച് പറയുമ്പോൾ ആനകൾ മനുഷ്യനോളം തന്നെ ഏതാണ്ട് ബുദ്ധിയുള്ള ജീവിയാണ്. നമ്മൾ ഗുരുവായൂർ കേശവൻ്റെ കഥ കേട്ടിട്ടുണ്ട് അല്ലേ? ഗുരുവായൂർ കേശവൻ മരിക്കുമ്പോൾ, ചെരിയുമെന്നാണ് പറയുന്നത്, മരിക്കുമ്പോൾ ആ മരിക്കുന്ന ദിവസം ഏകാദശി ദിവസമാണ് ഗുരുവായൂർ കേശവൻ മരിച്ചത്. ഞാൻ ചെരിഞ്ഞു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. ചെരിയും അന്നത്തെ ദിവസം മുഴുവൻ പട്ടിണിയായിരുന്നു, ഭക്ഷണം കഴിച്ചില്ല. എന്നിട്ട് മരിക്കുമ്പോൾ ഗുരുവായൂരപ്പന് നേർക്ക് തൻ്റെ തുമ്പിക്കൈ നീട്ടി വണങ്ങിയിട്ടാണ് കേശവൻ മരിച്ചത്. അപ്പോൾ ആനയ്ക്ക് വലിയ ബുദ്ധിയുള്ള ജീവിയാണ്, പകയും സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് ആനകൾ ഇറങ്ങുന്നത് വലിയ ശല്യമാണ്, ആന ശല്യം കൊണ്ട് ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ല, നമ്മൾ ഈ പ്രകൃതിക്ക് വലിയ ശല്യമാണ്. പ്രകൃതിയെ ശല്യപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദുരന്തങ്ങൾ, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ കാട്ടാനകൾ വരുന്ന ആനത്താരയിൽ പോയി താമസിക്കും. അതെ, ആനത്താര അടച്ചിട്ട് അവിടെ കൂടെ വേറെ ഇടുക്കിയിലൊക്കെ പോയ ആനച്ചാൽ എന്നൊക്കെ ഉണ്ട്. ആന പോകുന്ന ചാലാണ് ആനത്താരകൾ. ഈ ആനത്താരകളെ കുറിച്ച് പറയുന്നത്, ഇപ്പോൾ ഒരാന സ്ഥിരമായി പോകുന്ന ഒരു വഴിയുണ്ട്. ആ ആന ചരിഞ്ഞതിന് ശേഷം അതിൻ്റെ കുഞ്ഞുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ബ്രെയിനിലും ഈ ആനത്താര കടന്നു വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ കിടക്കുകയാണ്. അപ്പോൾ പരമ്പരാഗതമായി അവരുടെ ജനറ്റിക്കൽ ഒരു ഡിസൈൻ പോലെയാണ് ആനത്താര. ഈ ആനത്താരയിൽ പോയി നമ്മൾ താമസിച്ചിട്ട് ആന വരുന്നതെന്ന് പറയുകയാണ്. റെയിൽവേ ട്രാക്കിൽ പോയി കുടിൽ കെട്ടി താമസിച്ചത് തീവണ്ടി വന്നു എന്ന് പറയുന്നത് പോലെയാണ്. ട്രെയിൻ ആ വഴിയേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് ആ വഴിയേ അറിയൂ. ആന പോകുന്ന സ്ഥിരമായ വഴി. അവിടെ പോയി റേഷൻ കട ഉണ്ടാക്കും, എന്നിട്ട് റേഷൻ കടയിൽ അരി വന്ന് അരിക്കൊമ്പം തിന്നു എന്ന് പറയും. അപ്പം നമ്മളാണ് പ്രകൃതിയോട് അനീതി കാണിക്കുന്നത്, മൃഗങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രകൃതിയെ നമ്മൾ ഉപദ്രവിക്കുന്നു, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. നമ്മൾ എന്തൊക്കെ ചെയ്തു അറിയണം. ഒരു പാവം ആന വരുന്നതിൻ്റെ പേരിൽ നമ്മൾ പൈനാപ്പിളിൽ സ്ഫോടക വസ്തു വെച്ചു, ഒരു പിടിയാന തിന്നു. അതിൻ്റെ വായിക്കകത്ത് പിടിച്ച് പൊട്ടിയിട്ട് അത് വേദന സഹിക്കാൻ വയ്യാതെ ഒരാഴ്ചയോളം പുഴയിലിറങ്ങി നിന്നു, വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ. അവസാനം വേദന തിന്ന് നരകിച്ച് പുഴുവരിച്ച് ആന ചെരിഞ്ഞു. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അതിൻ്റെ വയറ്റിലൊരു കുട്ടിയാന ഉണ്ടായിരുന്നു. പിന്നെ മുമ്പൊരിക്കൽ നമ്മളെന്ത് ചെയ്തു, ആന വരുന്ന മരങ്ങൾ പിഴുന്നു എന്ന് എഴുതിയിട്ട് അവിടെ ഈ അറക്കവാള് ചുറ്റി വെച്ചു. ആനയുടെ തുമ്പിക്കൈ മുറിഞ്ഞു പോയി. അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് മനുഷ്യൻ. പടക്കം വെക്കുക, JCB കൊണ്ട്. മൂന്നാറിലാണ് ആനയുടെ മസ്തകത്തിൽ JCBയുടെ കൈ കൊണ്ടടിച്ച് ആനയെ കൊന്നു നമ്മൾ. അപ്പം മനുഷ്യൻ പ്രകൃതിയോട് എന്തെല്ലാം ക്രൂരത കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു മൃഗത്തെ സഹായിച്ചിട്ടില്ല അല്ലേ? എത്ര പേരുണ്ട് വഴിയെ കാണുന്ന ഒരു നായയെ കണ്ടാൽ അത് വിശന്നിരിക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത്
കൊടുംവേനലിൽ നമ്മൾ ഉഷ്ണം, വെള്ളമില്ല, ദാഹം, പരവേശം എന്ന് പറയുമ്പോൾ പുറത്ത് നടക്കുന്ന പട്ടിക്കോ പൂച്ചയ്ക്കോ പക്ഷികൾക്കോ വേണ്ടി ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം വെക്കുന്ന എത്ര മനുഷ്യരുണ്ട്? അതൊരു ചിരട്ടയ്ക്ക് അത് വലിച്ചിട്ട് വെള്ളം ചെയ്യില്ല. അപൂർവം ചിലർ ചെയ്യുന്നുണ്ട്, പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നത്. നമുക്ക് പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമാണ്. പക്ഷെ മൃഗങ്ങൾക്ക് അങ്ങനെയല്ല. മനുഷ്യനില്ലാത്ത സ്നേഹം, പരിഗണന, സഹജീവികളുള്ള കരുതലൊക്കെ മൃഗങ്ങൾക്കുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇപ്പോൾ ഈ ചൂരൽമലയിലെ ഈ കാട്ടിൽ ഈ അമ്മയ്ക്കും പേരക്കുട്ടിക്കും ഒരു രാത്രി ഒരു കൊമ്പൻ കാട്ടാന കാവൽ നിന്നു. അവൻ്റെ ഒപ്പം അവൻ്റെ ടീം വേറെ ഉണ്ടായിരുന്നു, ആനക്കൂട്ടം ഉണ്ടായിരുന്നു. അവർ പുലരും വരെ, വെളിച്ചം വീഴും വരെ ഇവരെ ഈ മുത്തശ്ശിയും കുഞ്ഞിനെയും കാവൽ നിന്നിട്ടാണ് അവർ പോയത്. ചിലപ്പോൾ അനങ്ങിയിട്ടില്ല എന്നാണ് സുജാത പറയുന്നത്. അനിശ്ചിതശാലയിൽ ജില്ലയിൽ സുജാത പറയുന്നത് ആന അനങ്ങിയിട്ടില്ല, അവൻ ഞങ്ങളെ കാവൽ നിൽക്കുന്നത് പോലെ അവിടെ നിന്നു. അപ്പോൾ ഇത് നമ്മൾ പ്രകൃതി, നമ്മൾ ഈ ദുരന്തത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ്. പ്രകൃതി എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ആ സ്നേഹം തിരിച്ചറിയുന്നില്ല. മറിച്ച് നമ്മൾ ആ സ്നേഹത്തെ നശിപ്പിക്കാൻ നോക്കും. നമുക്കെപ്പോഴും ചൂഷണ മനോഭാവം മാത്രമാണ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഹരഗോവിന്ദ് ഖൊറാന എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് ഈ ചെടികൾക്ക് ജീവൻ ഉണ്ടെന്ന് മാത്രമല്ല, അത് നമുക്ക് ജീവനുണ്ടെന്ന് അറിയാം, അവർക്ക് ഓർമ്മശക്തിയും ചിന്താശേഷിയും ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ നിരന്തരമായി നമ്മളൊരു ചെടികളെ അടിക്കുക, ഒട്ടിക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കത് ആ ചെയ്യുന്ന ആളെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ള ആൾ വീണ്ടും അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവർക്കുള്ളിൽ ഒരു ആകുലത ഉണ്ടാവുന്നുണ്ടെന്ന് ഖൊറാനയുടെ പഠനങ്ങളിൽ പറയുന്നുണ്ട്. ചെടിക്ക് പോലും. അപ്പോൾ ഈ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് അല്ലേ? അചേതന വസ്തുക്കൾ ഒഴികെയുള്ള എല്ലാത്തിലും ജീവനുണ്ട്. നമുക്ക് മാത്രമാണ് ജീവൻ, ബുദ്ധി, ചിന്ത, ആശയം, വേദന, സ്വപ്നങ്ങൾ അല്ലേ? സ്വപ്നങ്ങൾ ഉള്ളതെന്ന് നമ്മൾ കരുതരുത്. എല്ലാവർക്കും ഉണ്ട്. നോക്കൂ, അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന, അവിടെ 10-12 കുടുംബങ്ങളേ ഉള്ളൂ. ആ കുടുംബങ്ങളെ ആനത്താരയിലാണ്. അവരെ വേറെ സ്ഥലത്ത് മാറ്റി പ്രാർപ്പിക്കുന്നതിന് പകരം നമ്മൾ ഈ ആനയെ നിരന്തരം പീഡിപ്പിച്ച് അവൻ്റെ ലൈഫ് പോയി. കാരണം എത്ര ഡോസാണ് അവനെ ഈ മരുന്ന് കുത്തിവെച്ച് അവൻ്റെ ജീവിതത്തിന് ഓരോ തവണ കുത്തിവെക്കുമ്പോഴും അവൻ്റെ ജീവിതത്തിൻ്റെ സ്പാൻ കുറയുകയാണ്, വർഷങ്ങളിൽ അവൻ്റെ ആയുസ് കുറയുകയാണ്. അവസാനം അവനെ ബലമായി കൊണ്ടുവന്ന് ആ വണ്ടിയിൽ കയറ്റിയപ്പോൾ എത്ര ഡോസ് കുത്തിവെച്ചെന്നറിയില്ല. അതിനെ ബലമായി നാട് കടത്തി അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പറിച്ചെടുത്ത് തമിഴ്നാട്ടിലെവിടെയോ കൊണ്ടുവച്ചു. എന്നിട്ട് നമ്മൾ റേഡിയോ കോളറും വെച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അവൻ്റെ വാസസ്ഥലത്തേക്ക് നമ്മൾ കയറി ചെന്നിട്ട് നീ പോടാ എന്ന് പറയുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് മറ്റൊരാൾ കയറി വന്നിട്ട് നമ്മൾ ഇറങ്ങിത്തരണം എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ കാട്ടിലെ മൃഗങ്ങളോട് ചെയ്യുന്നത്. അരിക്കൊമ്പനോട് കേരളം ചെയ്തത് കടുത്ത അനീതിയാണ്. സഖ്യൻ്റെ മക്കളോട് സമീപകാലത്ത് കേരളം ചെയ്തത് ഒരു തരത്തിലും അംഗീകരിക്കാൻ ആവാത്ത നന്ദികേട്, നെറികേട്, നീതികേട്, ദയാരഹിതമായ നടപടികളാണ്. അതിനിടയ്ക്കാണ് ഈ മൃഗങ്ങൾ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ ഈ ഗവിയിലേക്ക് പോയടുത്തൊക്കെ ഈ KSEBയുടെ വണ്ടി, അതുപോലെ യാത്രക്കാരുടെ വണ്ടി വരെ ആന പാഞ്ഞെടുക്കുന്നു. എന്നിട്ട് ആന മുമ്പിൽ വന്ന് നിന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ആന തിരിച്ചു പോവാണ്. മനുഷ്യനൊന്നുമില്ല. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ നേരെ ഒരു നായ കുറച്ച് ചാടി വന്നിരിക്കട്ടെ, എന്നിട്ട് നായ തിരിച്ചു പോയാലും നമ്മൾ അവരുടെ പുറകെ പോയി അവരെ കല്ലറിയും. ഈ മനുഷ്യനല്ലാതെ വേറൊരു ജീവിയും ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ മറ്റൊന്നിനെയും കൊല്ലുന്നില്ല. ഏതെങ്കിലും കടുവ രാവിലെ എനിക്ക് അവൻ കഴിഞ്ഞ ആഴ്ച എന്നെ തെറി പറഞ്ഞാന്ന് പറഞ്ഞ് കടിച്ചിട്ട് പോകുന്നുണ്ടോ? ഇല്ല. അവർക്ക് വിശപ്പ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഭയം വരുമ്പോഴാണ്, അല്ലേ? പേടിക്കുമ്പോഴും വിശപ്പുണ്ടാകുമ്പോഴും മാത്രമാണ് മറ്റ് മൃഗങ്ങൾ. പാമ്പ് പോലും, പാമ്പൊന്നും ചെയ്യൂല. പാമ്പിനെ പേടിപ്പിച്ചാലേ പാമ്പ് ആക്രമിക്കുള്ളൂ. അത് പ്രതിരോധിക്കുകയാണ്. നമ്മളും അങ്ങനെയല്ലേ? പക്ഷെ മനുഷ്യൻ നമ്മളങ്ങനെയല്ലെന്ന് ചോദിച്ചാൽ അത് ഈക്വലൈസ് ചെയ്യും. നമ്മളങ്ങനെയല്ല. മനുഷ്യൻ രസത്തിന് വേണ്ടി കൊല്ലും. മനുഷ്യൻ 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് 10 രൂപയ്ക്ക് 1 രൂപയ്ക്ക് വേണ്ടി ആളെ കുത്തിക്കൊല്ലുന്നുണ്ട് മനുഷ്യൻ. 1 രൂപയ്ക്ക് വേണ്ടി. ഞാൻ ചോദിച്ചിട്ട് അവൻ തന്നില്ല. മനുഷ്യന് മറ്റ് മനുഷ്യരെ കൊല്ലാൻ ഒരു കാരണവുമില്ല. തിന്നാനല്ലോ കൊല്ലുന്നത്, അല്ല പക, വിനോദത്തിന് കൊല്ലുന്നുണ്ട്. ചില ആളുകളില്ലേ അമേരിക്ക രാവിലെ തോക്കെടുത്തിട്ട് ഒന്ന് ചുമ്മാ ചന്നം വെടിവെക്കുക. സ്കൂളിലോട്ടൊക്കെ കയറിയിട്ട് കുറേ സ്കൂളിലൊക്കെ അത് വെറുതെ തമാശക്കൊന്നുമില്ല. അതിനൊക്കെ വേറെ താല്പര്യങ്ങൾ പലതിനുമുണ്ട്. ചിലതൊക്കെ തമാശയ്ക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. തോക്ക് ശരിയാണെന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എന്നൊക്കെ പറയാം. പക്ഷേ നമുക്ക് അതിലേക്ക് വിടാം. നമുക്ക് വീണ്ടും കേരളത്തിൽ തിരിച്ചു വരാം. കേരളത്തിലെ ആളുകൾ ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇനിയെങ്കിലും പാഠം പഠിക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ ഒരു 2-3 പേരെങ്കിലും തിരിച്ചറിഞ്ഞാൽ, ഒരു 2% പേര് തിരിച്ചറിഞ്ഞാൽ അതൊരു വലിയ മാറ്റമാണ്. കാരണം പ്രകൃതി എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്നില്ല. നമ്മൾ പ്രകൃതിയെ ഉപദ്രവിക്കുക മാത്രമല്ല, നമ്മൾ പ്രകൃതി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്, ചൂഷണം ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. പ്രകൃതിയിലെ മറ്റു ജീവികൾക്കും നമ്മളോട് സ്നേഹമാണുള്ളത്. നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മൾ അവരെ ശത്രുക്കളായി കാണുന്നു. ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടേത് മാത്രമാണ് എന്ന് കരുതുന്നു. അവർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് കരുതുന്നു. അല്ലെങ്കിൽ ഈ രാത്രിയിൽ
അവരുടെ ആനകളുടെ വിഹാരഭൂമിയിലേക്ക് നിസ്സഹായായ ഒരു അമ്മൂമ്മയും ചെറുമകളും ചെന്നുപെട്ടിട്ട് കാട്ടാനകൾ ഒരു രാവ് മുഴുവൻ അവരുടെ കാലൊന്ന് ഒരു 1/2 മീറ്റർ ആഞ്ഞ് വീശിയാൽ കാലൊന്ന് കുടഞ്ഞാൽ തവിട് പൊടിയായി പോരും. അത്രയും അകലത്തിൽ ഉണ്ടായിട്ടും രാവേറി നേരം പുലരുവോളം അവർക്ക് കാവൽ നിന്ന ഈ കാട്ടാനക്കൂട്ടത്തിൻ്റെ മനസ്സ് മനുഷ്യന് എന്തെങ്കിലും ഉണ്ടായാൽ കേരളം സ്വർഗമായി മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.